കുമാരനെല്ലൂർ അമ്മയുടെ തിരുസന്നിധിയിലാണ് നമ്മൾ ഇന്നുള്ളത്. സാക്ഷാൽ ആദിപരാശക്തി തന്നെയാണ് കുമാരനെല്ലൂരമ്മ. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിലൊന്നാണ് കുമാരനെല്ലൂർ ദേവീക്ഷേത്രം. മധുര മീനാക്ഷിയുടെ ചൈതന്യം തന്നെയാണ് കുമാരനെല്ലൂരിലും കുടികൊള്ളുന്നത്. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂരിൽ മീനച്ചിലാറിന്റെ പടിഞ്ഞാറേക്കരയിൽ നിന്ന് അല്പം മാറിയാണ് കുമാരനെല്ലൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്ന കുമാരനെല്ലൂർ ക്ഷേത്രം സുബ്രഹ്മണ്യനായി ചേരമാൻ പെരുമാൾ നിർമ്മിച്ചതാണ്. സുബ്രഹ്മണ്യന് പകരം ദേവീ പ്രതിഷ്ഠ നടത്തിയതിന് പിന്നിൽ ഒരു ഐതിഹ്യവുമുണ്ട്. ഒരിക്കൽ പാണ്ഡ്യ രാജാവ് മധുര ഭരിച്ചിരുന്ന കാലത്ത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ദേവീ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മൂക്കുത്തി കാണാതായി. സംഭവത്തിൽ പൂജാരിയെ സംശയിച്ച രാജാവ് 40 ദിവസത്തിനകം മൂക്കുത്തി കണ്ടെത്തണമെന്നും ഇല്ലെങ്കിൽ വധിക്കുമെന്നും അദ്ദേഹത്തിനോട് പറഞ്ഞു. 40 ദിവസമായിട്ടും മൂക്കുത്തി കണ്ടെത്താൻ പൂജാരിക്ക് കഴിഞ്ഞില്ല. അന്ന് രാത്രി ക്ഷേത്രത്തിനകത്ത് തളർന്ന് ഉറങ്ങിയ അദ്ദേഹത്തിന് ദേവി ദർശനം നൽകി. ഇവിടെ നിന്നും പലായനം ചെയ്യാൻ ഭഗവതി അരുളി ചെയ്തു. ഭഗവതിയുടെ അരുളിൻപാടിൻ പ്രകാരം അദ്ദേഹം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. എന്നാൽ പിന്നീട് അദ്ദേഹം കാണുന്നത് മധുര മീനാക്ഷിയുടെ ചൈതന്യം ഒരു സുന്ദരിയുടെ രൂപത്തിൽ ക്ഷേത്രത്തിനകത്ത് നിന്നും ഇറങ്ങി അദ്ദേഹത്തിന് വഴി തെളിക്കുന്നതാണ്. ഇങ്ങനെ ഓടി രക്ഷപ്പെട്ട അദ്ദേഹം ചെന്നെത്തിയത് കുമാരനെല്ലൂരിൽ സുബ്രഹ്മണ്യനായി ചേരമാൻ പെരുമാൾ പണി കഴിപ്പിച്ച ക്ഷേത്രത്തിലാണ്. അവിടെ തളർന്നുറങ്ങിയ അദ്ദേഹം രാവിലെ കണ്ണു തുറന്നപ്പോൾ ശ്രീലകത്ത് ദേവി കുടികൊള്ളുന്നത് കാണുകയായിരുന്നു. അങ്ങനെയാണ് കുമാരനെല്ലൂരിൽ പ്രതിഷ്ഠിക്കേണ്ട സുബ്രഹ്മണ്യനെ വൈക്കത്തിനടുത്ത് ഉദയനായകീപുരത്ത് പ്രതിഷ്ഠിച്ചതും കുമാരനെല്ലൂരിൽ കാർത്യായനി പ്രതിഷ്ഠ നടത്തിയതും. ഏകദേശം ഒരു 3500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇത് മധുര മീനാക്ഷി സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രമായി പറയപ്പെടുന്നു. അത് മധുര മീനാക്ഷിയുടെ തേജസ് കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ് ഈ കുമാരനെല്ലൂർ ദേവീക്ഷേത്രം. തിരുവുത്സവത്തിൻ്റെ 9ാം ഉത്സവമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് വൃശ്ചികമാസത്തിൽ കാർത്തിക നാളിലാണ്. 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ വളരെ ഗംഭീരമായി നടക്കുന്നത്. 10 ദിവസത്തെ ഉത്സവമായിട്ടാണ്. അതിനകത്ത് ആന എഴുന്നള്ളിപ്പ് 2 നേരവും ഉണ്ട്. ധാരാളം ഭക്തജനങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണത്. കാർത്തികയുടെ അന്ന് ഒരു പ്രസാദകൂട്ടും കാർത്തിക കൂട്ടും എല്ലാം തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. സുബ്രഹ്മണ്യ വിഗ്രഹം ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിന് മുൻപ് ഇവിടെ കുമാരനല്ല ഊരിൽ എന്ന ഒരു അശരീരി ഭഗവതിയിൽ നിന്നും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് പിൽക്കാലത്ത് ഇത് ലോപിച്ച് കുമാരനെല്ലൂരായത്. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിക്കാനുള്ള ക്ഷേത്രത്തിൽ ഭഗവതി മധുര മീനാക്ഷി ഭഗവതി കയറിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും മധുര നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ തൊഴാൻ വരാറുണ്ട്. തമിഴ്നാടുമായിട്ട് നല്ലൊരു കൾച്ചറൽ ബന്ധവും കൂടെ ഉള്ള ക്ഷേത്രമാണിത്. വലിയ മേൽശാന്തി അകത്ത് വന്ന് നോക്കിയപ്പോൾ ഭഗവതി അകത്തിരിക്കുന്നതായിട്ട് മേൽശാന്തിക്ക് കാണാം, മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചേരമാൻ പെരുമാളിനെ കൊണ്ടുവന്നിട്ട് മേൽശാന്തിയെ തൊട്ടിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് അകത്ത് ഭഗവതിയെ കാണാറായത്. ആദ്യമേ ദേഷ്യം വന്ന രാജാവ് നേരെ ഉദയനാപുരത്തേക്ക് വൈക്കത്തേക്ക് അവിടെ ഭഗവതിക്ക് വേണ്ടിയിട്ടൊരു ക്ഷേത്രം പണി കഴിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അപ്പോൾ അന്നത്തെ കാലത്ത് വള്ളത്തിലൊക്കെയാണ് വാട്ടർ വേസ് ആയിരുന്നു കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വള്ളത്തിൽ പോകുന്ന വഴിക്ക് തടസ്സമുണ്ടായി. മഞ്ഞ് മൂടി ഒന്നും കാണാൻ മേല, മുമ്പോട്ട് നീങ്ങാൻ മേലാത്തൊരവസ്ഥ വന്നു. ആ സമയത്ത് അവിടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഉപദേശിച്ചു, ഭഗവതിയുടെ കോപമാണ് കാരണം, അതിനാൽ ഭഗവതിയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് ഭഗവതിക്ക് ആ കാണുന്ന ദേശം മുഴുവൻ ഭഗവതിക്കായിട്ട് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ മഞ്ഞുരുകി. ആ സ്ഥലം ഇന്ന് മാഞ്ഞൂരെന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അവിടെ കൈ ഉയർന്നു വന്നു, ഭഗവതിയുടെ കൈ ഉയർന്നു വന്ന് തോണി നീക്കി എന്നാണ് പറയപ്പെടുന്നത്. അതിപ്പോഴും തൃക്കൈക്കണ്ടം എന്നാണ് അറിയപ്പെടുന്നത്. അതെല്ലാം കോട്ടയത്തിനടുത്ത് മാഞ്ഞൂരെന്ന് പറയുന്ന ദേശത്താണുള്ളത്. വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസം കുമാരനെല്ലൂരമ്മ ആറാടി വരുന്നത് കാണാനായിട്ട് വടക്കുന്നാഥൻ അദ്ദേഹത്തിൻ്റെ തെക്കേ നടയിൽ വന്ന് നോക്കി നിൽക്കുന്നതാണ് ഐതിഹ്യമുള്ളത്. വില്ലുമംഗലം സ്വാമിയാർ ഒരു ദിവസം വടക്കുന്നാഥനിൽ തൊഴാൻ ചെന്നപ്പോൾ
അകത്താളെ കാണുന്നില്ല. എവിടെ പോയി എന്ന് നോക്കി വന്നപ്പോഴാണ് കുമാരനെല്ലൂരമ്മയുടെ ആറാട്ട് കാണാൻ, സുന്ദരിയായിട്ടുള്ള കന്യയെ കാണാനായിട്ട് അവിടെ അപ്പോൾ തെക്കേ ഗോപുരനടയിൽ പോയി നിൽക്കുകയാണ്. അതിൽ പിന്നെ കുമാരനെല്ലൂർ തൃക്കാർത്തികയുടെ അന്ന് വടക്കുംനാഥൻ്റെ ഉച്ചപൂജ ഇവിടെ വെച്ചാണ്, തെക്കേ നടയിൽ വെച്ചാണ്. അഞ്ജനശിലയിൽ കുടികൊള്ളുന്ന വൈഷ്ണവ തേജസ്സുള്ള പഞ്ചസ്വരൂപിണിയാണ് കുമാരനെല്ലൂരിലമ്മ. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ദുർഗ, ശ്രീപാർവതി, ഭുവനേശ്വരി തുടങ്ങിയ ആദിപരാശക്തിയുടെ വിവിധ ഭാവങ്ങളിലാണ് ഇവിടെ ദേവിയെ ആരാധിക്കുന്നത്. ഓടിയിട്ട് വന്ന് കുടികൊണ്ട ദേവിയെന്നാണ് കുമാരനെല്ലൂരിലമ്മയെ വിശേഷിപ്പിക്കുന്നത്. എന്ത് വിഷമവും മനസ്സറിഞ്ഞ് പറഞ്ഞാൽ കുമാരനെല്ലൂരിലമ്മ അതിന് പരിഹാരം കണ്ടെത്തി തരുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി തുല്യ പ്രാധാന്യത്തോടെ പരമശിവന്റെ പ്രത്യേകം പ്രതിഷ്ഠയുമുണ്ട്. ഇവിടെ 5 പൂജകളും 3 ശിവേലിയും ഉള്ള മഹാക്ഷേത്രത്തിൻ്റെ പടിത്തരത്തോടു കൂടിയുള്ള ഒരു ക്ഷേത്രമാണിത്. രാവിലെ നിർമ്മാല്യത്തിന് ശേഷം 1-ാം പൂജ, 2-ാം പൂജ, അത് കഴിഞ്ഞ് എതിർത്തെ പൂജ, പിന്നെ ഉച്ചപൂജ, വൈകുന്നേരം അത്താഴ പൂജ, ഇങ്ങനെ 5 ദേവി സങ്കല്പത്തിൽ, ദേവി ഭാവത്തിലാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. ഭഗവതിക്ക് ഏറ്റവും പ്രധാന വഴിപാടെന്ന് പറയുന്നത് മഞ്ഞളാട്ടമാണ്. വ്യത്യസ്തമായ പൂജാവിധികളും ചിട്ടകളുമാണ് കുമാരനെല്ലൂരിലേത്. ആദിശങ്കരാചാര്യരാണ് ഇവിടുത്തെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയത്. പരാശക്തിയുടെ പൂർണ്ണ സാന്നിധ്യം അനുഭവപ്പെടുന്ന ഭാരതത്തിലെ പഞ്ചമഹാപീഠങ്ങളിൽ ഒന്നായാണ് ആചാര്യർ ഈ ക്ഷേത്രം അന്ന് വിശേഷിപ്പിച്ചത്. പുറപ്പെടാ ശാന്തിയാണ് ഇവിടെ. ശബരിമലയിലേതുപോലെ തന്നെ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ക്ഷേത്രാചാരങ്ങൾക്കല്ലാതെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്ക് മേൽശാന്തി പോവാറില്ല. ക്ഷേത്രകലകൾ, ഉത്സവത്തിന് ക്ഷേത്രകലകൾ മാത്രമേ ഇവിടെ പാടുള്ളൂ. അങ്ങനെയാണ് തുടർന്ന് പോകുന്നത്. വലിയ ന്യൂ ജനറേഷൻ പ്രോഗ്രാമുകൾ അങ്ങനെ ഇല്ല. ക്ഷേത്രകലകൾ പാലിച്ചു പോവുക എന്നുള്ള, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ള ഒരു ഇതിൽ ക്ഷേത്രകലകൾ മാത്രമേ ഉത്സവത്തിന് പാടുള്ളൂ. പിന്നെ രാജാവും കൊമ്പനും പാടില്ല എന്ന് ഒരു വിശ്വാസമുണ്ട്. രാജാവായിട്ടിരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. കൊമ്പനാനയും പാടില്ല. ഇവിടെ പിടിയാനകളെയാണ് എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടും കുമാരനെല്ലൂർ ക്ഷേത്രത്തിനൊരു ചരിത്രമുണ്ട്. വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗാന്ധിജി എത്തിയ ക്ഷേത്രങ്ങളിലൊന്നായിരുന്നു കുമാരനെല്ലൂർ. മഹാത്മാഗാന്ധി സന്ദർശിച്ച ഒരു പ്രത്യേകതയും കൂടെയുണ്ട് കുമാരനെല്ലൂരിന്. 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം ആദ്യമായിട്ട് തുറന്നു കൊടുത്ത പ്രൈവറ്റ് ക്ഷേത്രം, അല്ലെങ്കിൽ നമ്പൂതിരിമാർ ഭരിക്കുന്ന ഒരു ക്ഷേത്രം ആദ്യമായിട്ട് അവർണർക്കും കൂടെ തുറന്നു കൊടുത്തു എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അന്ന് ഗാന്ധിജി ഇവിടെ വന്ന് നിന്ന് ഈ ഗോപുരനടയിൽ നിന്നാണ് നാട്ടുകാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അതിനുശേഷം അദ്ദേഹം കൊട്ടാരത്തിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ആശയം ശരിക്കും ഉൾക്കൊണ്ടത്, അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഒരു രീതിയിൽ മുന്നായിട്ട് നിന്ന ഒരു സമൂഹത്തിൽ ആദ്യമായിട്ട് തന്നെ അവർണർക്ക് തുറന്നു കൊടുക്കാൻ നമ്പൂതിരിമാർ ഭരിക്കുന്ന ഒരു ക്ഷേത്രം തുറന്നു കൊടുത്തപ്പോൾ അദ്ദേഹം സന്തോഷം കൊണ്ട് ഇനി ഞാൻ എന്ത് വേണം എന്ന് പറഞ്ഞു എന്നാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കാരണവന്മാരും ഒക്കെ പറഞ്ഞത്. കുമാരനെല്ലൂരിലെ കാർത്തിയായനിയെയും വണങ്ങി നമ്മളിന്ന് മടങ്ങുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു മഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.